സെക്കൻഡ് ഫ്ലോറിൻ്റെ ബോട്ടം സ്റ്റീൽ കെട്ടി തുടങ്ങി. 17 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്ററും കനത്തിലാണ് സെക്കൻഡ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നത്. 17 സെൻറ്റിമീറ്റർ കനത്തിൽ വാർക്കുന്ന കോൺക്രീറ്റിൽ 12ൻ്റെ കമ്പി 15 സെൻറ്റിമീറ്റർ അകലത്തിലാണ് മെയിൻ സ്റ്റീൽ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ 8ൻ്റെ കമ്പി 20 സെൻറ്റിമീറ്ററിലാണ്. S6 എന്ന് പറഞ്ഞ സ്ലാബാണ് ഇപ്പോൾ കാണുന്നത്. അതവിടെ നമ്മൾ 8ൻ്റെ കമ്പി 20 സെൻറ്റിമീറ്ററിലായിട്ടാണ് ബോത്ത് വേ ചെയ്യുന്നത്. ഇപ്പം കാണുന്ന സ്ലാബ് പാനലാണ് S7. അവിടെ 8ൻ്റെ സ്റ്റീല് ബോട്ടം ലെയറിൽ 15 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഇടേണ്ടത്. പക്ഷേ ഇവിടെ അവർ ഇട്ടേക്കുന്നത് 20 സെൻറ്റിമീറ്ററിലാണ്. അത് നോട്ട് ചെയ്തു, അവരോട് പറഞ്ഞിട്ടുണ്ട് മാറ്റിയിടാൻ. S1 S2 എന്ന സ്ലാബാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്ലാബാണ് 17 സെൻറ്റിമീറ്റർ കനത്തിൽ വാർക്കുന്നത്. ഇവിടെ 12ൻ്റെ സ്റ്റീല് 15 സെൻറ്റിമീറ്റർ അകലത്തിലാണ് മെയിൻ റീൻഫോഴ്സ്മെൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ 8ൻ്റെ സ്റ്റീല് 20 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ S1, S2, S10 എന്നീ സ്ലാബുകളാണ് വൺ വേ സ്ലാബായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് അതിൻ്റെ സ്പാനും ലോഡും ആയിട്ട് വളരെയധികം ബന്ധമുണ്ട്. സ്പാൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീൽ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്പാൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീൽ കൂടുതലായിട്ട് ഇടേണ്ടി വരും. അതുകൊണ്ട് ഓരോ ബിൽഡിങ്ങിൻ്റെയും സ്ട്രക്ചർ അറിഞ്ഞ് അതിന് സ്റ്റീൽ ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിലുള്ള കാര്യങ്ങൾ, അതിനനുസരിച്ച് സ്റ്റീൽ എത്ര, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ലെങ്ത്, ഇതെല്ലാം കോഡ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടാണ് ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ സ്ട്രക്ചറെക്കുറിച്ച് സംസാരിക്കുന്നതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ് പ്ലാനിങ്. ഇത്രയും നല്ല സുന്ദരമായ പ്ലാൻ വരച്ചേക്കുന്നത് മൈക്കിൾ എന്ന ആർക്കിടെക്റ്റാണ്. S1 സ്ലാബിൻ്റെ ടോപ്പ് സ്റ്റീല് T12 15 സെൻറ്റിമീറ്റർ അകലത്തിലിട്ടേക്കുന്ന സ്റ്റീല് L/4 ലെവലിൽ കാൻറ്റിലിവറിൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കാത്തത് ഒരു മിസ്റ്റേക്കാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വൺ വേ സ്ലാബായിട്ട് ചെയ്യുമ്പോൾ 2 വാൾ സപ്പോർട്ടിലോട്ടും കണക്ട് ചെയ്യുന്ന രീതിയിൽ മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് പോകും. വൺ വേ സ്ലാബിൻ്റെ സമീപത്ത് വരുന്ന കാൻറ്റിലിവറുകളിൽ ആ കാൻറ്റിലിവറിൻ്റെ മെയിൻ സ്റ്റീൽ ടോപ്പിലൂടെ വരുന്നതുകൊണ്ട് ഈ വൺ വേ സ്ലാബ് മെയിൻ ടോപ്പ് സ്റ്റീൽ ഈ കാൻറ്റിലിവറിൻ്റെ മെയിൻ സ്റ്റീലിൻ്റെ അടിയിലൂടെ ഡിസ്ട്രിബ്യൂഷനാണ് പോകുന്നത്. അങ്ങനെയാണ് ഡ്രോയിങ്ങിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ അവർ ടോപ്പിലൂടെയാണ് S1 ബാറിൻ്റെ മെയിൻ സ്റ്റീൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് കാൻറ്റിലിവറിൻ്റെ മെയിൻ റീൻഫോഴ്സ്മെൻ്റ് ആയ ടോപ്പ് സ്റ്റീൽ ഈ S1 സ്ലാബിൻ്റെ ടോപ്പ് സ്റ്റീലിൻ്റെ അടിയിലൂടെ ആയതുകൊണ്ട് കാൻറ്റിലിവറിൻ്റെ പിടുത്തം അവിടെ നഷ്ടപ്പെട്ടു. ഇതുപോലെ ഓരോ ഡ്രോയിങ് നോക്കിയിട്ട് ഏതൊക്കെ സ്റ്റീലാണ് ടോപ്പിലൂടെ പോകേണ്ടത് ബോട്ടത്തിലൂടെ പോകേണ്ടത് നോക്കി സൈറ്റിൽ അതുപോലെ ചെയ്തിട്ടുണ്ടോ നോക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അങ്ങനെ ഇവിടുത്തെ ഏകദേശം ബോട്ടത്തിൻ്റെ സ്റ്റീലെല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോട്ടീസ് ചെയ്തു. ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലെ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതെന്താണെന്ന് മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നീട് S1, S2 സ്ലാബുകളിൽ വരുന്ന കൺസീൽഡ് ബീം ചെക്ക് ചെയ്തു. അതെല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ S1, S2 സ്ലാബുകളുടെ പരിസരത്തുള്ള കാൻറ്റിലിവറുകളിൽ നിന്നും വരുന്ന ടോപ്പ് സ്റ്റീലിൻ്റെ അടിയിലൂടെയാണ് S1 സ്ലാബിൻ്റെ ടോപ്പ് സ്റ്റീല് പോകേണ്ടത്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ പ്രകാരം S1 സ്ലാബിൻ്റെ ടോപ്പ് സ്റ്റീൽ കാൻറ്റിലിവറുകളുടെ സ്റ്റീലിൻ്റെ ടോപ്പിലൂടെ പോയതുകൊണ്ട് അത് ചെറിയൊരു മിസ്റ്റേക്കായിട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അങ്ങനെ 2 സൈഡിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് റീൻഫോഴ്സ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഇടാനുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ബോട്ടം സ്റ്റീൽ സ്ലാബിൽ വരുമ്പോൾ ടോപ്പായിട്ട് നിൽക്കേണ്ടത് ശ്രദ്ധിക്കണം. ബോട്ടം റീൻഫോഴ്സ്മെൻറ്റ് ഇട്ട് അത് ചെക്ക് ചെയ്ത്
കഴിഞ്ഞതിന് ശേഷമാണ് ടോപ്പിൽ സ്റ്റീലിടുന്നത് സ്റ്റാർട്ട് ചെയ്യാവൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടം സൈഡിലുണ്ടാകുന്ന സ്റ്റീലിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് നികത്തണമെങ്കിൽ ടോപ്പ് അഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ബോട്ടം സ്റ്റീൽ ചെക്ക് ചെയ്ത് പ്രോപ്പറായതിന് ശേഷം ടോപ്പ് സ്റ്റീൽ ഇടാൻ പാടത്തുള്ളൂ. അതുപോലെ തന്നെ വയറിങ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ബോട്ടം സ്റ്റീൽ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് വയറിങ് എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം ടോപ്പ് സ്റ്റീൽ ഇടുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാള് ബീമൊക്കെ വരുന്നിടത്ത് ടോപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്ററിൽ വല്ല ലാപ്പിങ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ടോപ്പ് സ്റ്റീൽ ഒരിക്കലും സപ്പോർട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ലാപ്പിങ് ചെയ്യാൻ അനുവദിച്ചുകൂടാ. അതുപോലെ തന്നെ സ്ലാബിൻ്റെ മിഡില്, സ്പാനിൻ്റെ മിഡില്, ബോട്ടം ലെയറിൽ വരുന്ന ബോട്ടം സ്റ്റീൽ ലാപ്പ് വരാതെ ശ്രദ്ധിക്കണം. S1 സ്ലാബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ക്യാൻറ്റിലിവറാണിത്. ഈ ക്യാൻറ്റിലിവറിൻ്റെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് T8 20 cm ആണ്. പക്ഷേ S1 S2 സ്ലാബിൻ്റെ ടോപ്പ് സ്റ്റീൽ 12-15 cm ഗ്യാപ്പിലാണ് ഇട്ടേക്കുന്നത്. അത് ഈ ക്യാൻറ്റിലിവറിൽ മെയിൻ സ്റ്റീൽ ടോപ്പിലായിട്ട് വരും. പക്ഷേ S2 S1 സ്ലാബിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ക്യാൻറ്റിലിവറിൻ്റെ മെയിൻ സ്റ്റീലിൻ്റെ ബോട്ടത്തിലൂടെയാണ് T12 15 cm ഇട്ടേക്കുന്ന സ്റ്റീൽ പോകേണ്ടത്. പക്ഷേ അവിടെ ഇങ്ങനെയല്ല പോയിട്ടുള്ളത്. അതൊരു മിസ്റ്റേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിൽ പക്ഷെ നമ്മൾ ചെയ്തേക്കുന്നത് വേറൊരു കേസാണ്. സൈറ്റ് സൂപ്പർവൈസ് ചെയ്തത് ഫസ്റ്റ് ഫ്ലോറിൻ്റെയാണിത്. ഇതിൻ്റെ ബാറാണ് ടോപ്പിൽ വരേണ്ടത്. പക്ഷേ ഇവരിട്ടേക്കുന്നത് 8-ൻ്റെ ബാറാണ്. ഷോർട്ട് സ്പാനിലുള്ള 10-ൻ്റെ 150 സ്പേസിങ്ങിലിടേണ്ട ബാറ് ഡിസ്ട്രിബ്യൂഷനായിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത്. എപ്പോഴും മെയിൻ ബാർ വണ്ണം കൂടിയ സ്റ്റീൽ എപ്പോഴും ടോപ്പിലിടുമ്പം ഏറ്റവും ടോപ്പിലാണ്. പിന്നെ അതിന് ശേഷമാണ് താഴത്തെ ഡിസ്ട്രിബ്യൂഷനായിട്ട് സ്പേസിങ് കൂടിയതോ സ്റ്റീൽ കുറവായിട്ടോ ഇടുന്ന ബാർ താഴത്തോടെ അങ്ങനെയാണ് പോകേണ്ടത്. ഇവിടെയാണ് പണിക്കാർക്ക് സംശയം വന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ചെയ്തത് 10-ൻ്റെ കമ്പി 15 cm ടോപ്പിലിട്ടു. അതിൻ്റെ താഴെ 8-ൻ്റെ കമ്പി 20 cm സ്പേസിങ്ങിലിട്ടു. പക്ഷേ സെക്കൻഡ് ഫ്ലോർ ആയപ്പോൾ അവിടെ ക്യാൻറ്റിലിവർ ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പോലെയല്ല ഇവിടെ ഇട്ടേക്കുന്നത്. S1 S2 സ്ലാബിൻ്റെ കമ്പി 12-15 അവർ ടോപ്പിലൂടെ ഇട്ടത് കൊണ്ട് ക്യാൻറ്റിലിവറിന് വരേണ്ട ടോപ്പ് സ്റ്റീൽ ഇതിൻ്റെ താഴത്തൂടെയാണ് പോയത്. അത് ക്യാൻറ്റിലിവറിൻ്റെ കമ്പി ഇപ്പുറത്തെ സ്ലാബിലോട്ട് കണക്ട് ചെയ്ത ടോപ്പിലായിട്ടാണ് വരേണ്ടത്. അതാണ് മിസ്റ്റേക്ക്. അതുകൊണ്ടാണ് ഈ കേസ് രണ്ടാന്ന് പറയുന്നത്. ഈ കാലാവസ്ഥയുടെ എന്റെ സുഖം നല്ല കാറ്റ് നമുക്ക് ഇവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് ഇടാൻ സുഖമല്ലേ? 7 ഇഞ്ച് നമ്മുടെ പെങ്ങടെ പയ്യനാ എഞ്ചിനീയറിന്റെ കമ്പനിയുടെ കണക്ക്. ഇവിടെ മാത്രം ഈ ഭാഗം 7 ഇഞ്ച് മറ്റേ 6 ഇഞ്ച്. ഇത് ഇത്ര വലിയ ഹോളല്ലേ, വേറെ ബീമില്ല. അതുകൊണ്ട് അത് ഹൈറ്റും കൂടി കൺസിഡർ